RSP സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന കൊല്ലത്ത് ചേരുകയാണ്. മട്ടന്നൂർ, ആറ്റിങ്ങൽ സീറ്റുകൾ വെച്ചുമാറുന്ന കാര്യത്തിൽ ഇന്ന് യോഗം തീരുമാനമെടുക്കും. ഇരവിപുരം സീറ്റിൽ ആര് മത്സരിക്കണമെന്ന കാര്യത്തിലും ഇന്ന് ചർച്ചയുണ്ടാക്കാൻ സാധ്യതയുണ്ട്. NK പ്രേമചന്ദ്രന്റെ മകൻ കാർത്തികിനെ മത്സരിപ്പിക്കാൻ നേതൃത്വത്തിനുമേൽ സമ്മർദ്ദമുണ്ട്. കൊല്ലത്തുനിന്ന് സൂര്യ ഗായത്രി ചേരുന്നു. ഇതുവരെ നമ്മൾ പറഞ്ഞു കേൾക്കാത്തൊരു പേരാണല്ലോ കാർത്തികിൻ്റേത്. ശരിക്കും അങ്ങനെയൊരു നീക്കമുണ്ടോ? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റുകളിലേക്ക് RSPയിൽ നിന്ന് ആരൊക്കെയാണ് മത്സരിക്കേണ്ടത് എന്ന ചർച്ച തുടങ്ങിവെച്ച സമയം മുതൽ തന്നെ കാർത്തിക് പ്രേമചന്ദ്രന്റെ പേര് സജീവമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതുവരെയും ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം കാർത്തികിന്റെ ഭാഗത്തു നിന്നോ അതുപോലെ തന്നെ NK പ്രേമചന്ദ്രന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. പക്ഷേ പരിഗണിക്കപ്പെടുന്ന പേരുകളിൽ കാർത്തികിന്റെ പേര് ഇപ്പോഴും കേൾക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൊല്ലത്ത് RSPയുടേത് ചേരുന്നത്. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നത്. ഇതുവരെയും ഏതൊക്കെ സീറ്റുകളിലേക്കാണ് മത്സരിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ആറ്റിങ്ങൽ, മട്ടന്നൂർ സീറ്റുകൾ വെച്ചു മാറുന്ന കാര്യത്തിൽ ഇന്നത്തെ യോഗത്തിൽ ഒരു തീരുമാനമുണ്ടാകും. കൂടാതെ കഴിഞ്ഞ ഉഭയകക്ഷി യോഗം ചേരുന്ന സമയത്ത് ആലപ്പുഴ, അതുപോലെ തന്നെ വാമനപുരം, ചടയമംഗലം തുടങ്ങിയ സ്ഥലങ്ങളിൽ സീറ്റ് വേണമെന്നുള്ള ഒരു ആവശ്യം RSP മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു തീരുമാനം കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടില്ല. അതിലെന്തായാലും RSPയുടെ ഭാഗത്ത് നിന്ന് ഇന്നിപ്പോൾ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ചർച്ചകൾ തുടങ്ങി വെച്ച സമയത്ത് കൊല്ലം സീറ്റ് വേണമെന്നുള്ള ഒരു ആവശ്യം RSP മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നൽകാൻ കഴിയില്ല എന്നുള്ള മറുപടിയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങനെയെങ്കിൽ മറ്റേത് സീറ്റാണ് വേണ്ടത് എന്ന കാര്യത്തിലൊക്കെ തന്നെ ചർച്ചയിൽ ഇന്നിപ്പോൾ തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ്. അതുകൂടാതെ ഈ പ്രധാനപ്പെട്ട കാര്യം ഇരവിപുരം സീറ്റിലേക്ക് ആര് മത്സരിക്കുമെന്നുള്ളതാണ്. ഇരവിപുരം സീറ്റിലേക്കാണ് പ്രധാനമായിട്ടും കാർത്തികിന്റെ പേര് ഉയർന്നു കേൾക്കുന്നത്. ഒരു പുതുമുഖത്തിനെ കൊണ്ടുവരാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ സാധ്യത കാർത്തികിലേക്ക് പോകുമെന്നുള്ളതാണ്. അതേസമയം തന്നെ മറ്റ് നേതാക്കന്മാരുടെ പേരുകളും പരിഗണനയിലുണ്ട്. പ്രത്യേകിച്ച് CPM വിട്ടെത്തിയ BN ഹസ്കർ, അതുപോലെ തന്നെ സജി D ആനന്ദ്, കൂടാതെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള അംഗത്തിന്റെ പേരുൾപ്പെടെയാണ് പരിഗണിക്കുന്നത്. N നൌഷാദ്. ഈ 3 പേരുകൾ പരിഗണനാ പട്ടികയിൽ ഏറ്റവും മുന്നിലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുതുമുഖത്തിനെ കൊണ്ടുവരാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ കാർത്തികിന് സാധ്യത ഏറും. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.